ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ചെടികൾ, പൂക്കൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, എന്തൊക്കെ തരത്തിലാണുള്ളത്, അതൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്ക് ആദ്യം അടീനിയത്തിൽ നിന്ന് തുടങ്ങാം. അടീനിയത്തിന് 3-4 കളറുണ്ട് കേട്ടോ. ഇപ്പൊ പൂക്കൾ കണ്ടോ, പൂക്കളായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ പൂവിൻ്റെ മുട്ടുകളാണ്. ഈ പൂക്കളൊക്കെ വന്നാൽ കുറേ ദിവസം ഇത് നിൽക്കും. ഇതാണ് അടീനിയത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ അടീനിയം നമുക്ക് 2 തരത്തിൽ മുളപ്പിക്കാം. ഒന്ന്, ഇതിൽ വിത്തുണ്ടാകും. പിന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് അതിനെ നമുക്ക് കുഴിച്ചിട്ടിട്ട് വീണ്ടും അടുത്ത തൈ ഉണ്ടാക്കാം. ഇതിൻ്റെ അടിയിൽ കണ്ടോ റൂബി, ഇതിൻ്റെ അടിയിൽ വാഴയ്ക്കായുടെ തൊലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് ഇതിന്. ഇത് തണ്ട് നന്നായി പൊങ്ങി വന്ന ഒരു തണ്ടായിരുന്നു. ഇതുണ്ടോ, ആ തണ്ടിനെ മുറിച്ചിട്ട് അതിന് പുതിയ തൈ വന്നിരിക്കുന്ന തൈയല്ല, പുതിയ മുള വന്നിരിക്കുന്നതാണ്. 4 മുളയുണ്ട്. 4 മുള വന്നിട്ടുണ്ട്. ആ 4 മുള അതുപോലെ ഈ അടീനിയം വല്ലാതെ ഹൈറ്റിൽ തണ്ടായി പോയി കഴിഞ്ഞാൽ, ഇതുണ്ടോ, ഇതുകൊണ്ട് ഇതുപോലെ വലിയ തണ്ടായി കഴിഞ്ഞാൽ, ഇതിപ്പോൾ പൂവ് നന്നായിട്ട് വരുന്നത് കൊണ്ട് ഞങ്ങൾ മുറിക്കാതെ നിർത്തിയേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഈ പൂവിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ ഈ ഭാഗത്ത് വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ വട്ടത്തിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചിട്ട് ഇവിടെ വട്ടം മുറിക്കും. ഒറ്റ കട്ടിങ് മുറിയണം. വട്ടം മുറിച്ചിട്ട് ആ മുറിപ്പാടിൽ മെഴുകുതിരി ഉരുക്കി ഒഴിക്കണം. മെഴുകുതിരി ഉണ്ടല്ലോ, സാധാരണ മെഴുകുതിരി ഉരുക്കി ഒഴിക്കണം. അത് പൊള്ളിപ്പോകൊന്നുമില്ല. അതിൻ്റെ മുകളിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫംഗിസൈഡ് എന്ന് പറഞ്ഞ എന്തോ സംഭവമുണ്ട്, അത് തൂത്താലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് മെഴുകുതിരി ആവശ്യമായിട്ടുള്ളതിൻ്റെ പേരിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അതിൽ ചെറിയ പുതിയ മുള പൊട്ടി വരും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊന്തിപ്പോവില്ല, ബുഷായിട്ട് വരാൻ തുടങ്ങും. ഇനി ഇതിൻ്റെ പേരാണ് കലേഡിയം. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ചേമ്പിൻ്റെ ഇലയൊക്കെ പോലെ, ചേമ്പിൻ്റെ ഏതാണ്ട് വർഗത്തിൽപ്പെട്ട സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വെയിലടിക്കുന്ന ഭാഗത്ത് വെച്ചാൽ ഇത് നന്നായിട്ട് റെഡ് കളറിലേക്ക് മാറി വരും. ഇത് നല്ല വിലയുള്ള ചെടിയാണ് കേട്ടോ. ഇത് സിങ്കോണിയം എന്ന് പേരറിയപ്പെടുന്ന ഒരു ഇലയാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. കാരണം ഒന്നാമത് ഇത് മെയിൻ്റനൻസ് വളരെ കുറവ് മതി, എന്നാൽ ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇത് വള്ളി പോലെ വളരും. ആ വള്ളി പോലെ വളരുന്ന ഭാഗം നേരെ മുറിച്ച് കളഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ വളരുത്. ആ വള്ളി അങ്ങ് മുറിച്ച് കളഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ബുഷായിട്ട് ഇലയായിട്ട് നിൽക്കും. വളരെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ചട്ടിയിൽ നല്ല തിക്കായിട്ട് വളർന്നോളും. ഇത് ഞങ്ങൾ ചട്ടിയിലാണ് ഇത് വളർത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ മെയിൻ്റനൻസ് കുറവുകൾ വന്നാൽ നല്ല രസത്തിൽ നല്ല ഇതാണ് വേറൊരു ചട്ടി. ഇനി അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. ഇതുണ്ടോ, ഇത് അതേപോലെ തന്നെ സിങ്കോണിയ അത് തന്നെയാണ് സംഭവം. അതിൻ്റെ കളർ ചേഞ്ചാണ് തന്നെ. അതിങ്ങനെ വള്ളി പോലെ ഞങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സെയിം സാധനം തന്നെ. ഇതാണ്ടോ, ഇതിൻ്റെയൊക്കെ ആള് ഇതാണ് കേട്ടോ. നമ്മളിതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടാനോ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, കൂടി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഫുള്ള് ആളിതാണ്.
ഇതിങ്ങനെ ഈ സിങ്കോണിയം ബുഷായിട്ട് നിൽക്കുന്ന രസമാണ്. ചിലർ പക്ഷേ ഇതിങ്ങനെ കമ്പോ എന്തെങ്കിലും ഒരു പൈപ്പൊക്കെ ചുറ്റി അതിൽ വള്ളി പോലെ കയറ്റിയൊക്കെ വിടും. അത് രസമുണ്ട്. ഇവിടെ ഒരാള് ഒരിഞ്ഞ കളിയാ. ഇത് CC പ്ലാന്റ് ആണ്. നല്ല ഭംഗി. ഇതിങ്ങനെ തണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ കാലങ്ങൾ നിൽക്കും. നല്ല വിലപിടിപ്പുള്ള ഒരു ചെടിയാണ്. അത് തന്നെയല്ല നല്ല ഷോയുമാണത്. എൻ്റെ ഇലയൊന്നും പൊഴിഞ്ഞു പോകില്ല, നല്ല കളർഫുള്ളായിട്ട് നിൽക്കും. ഇൻറ്റീരിയർ പ്ലാന്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ അതിനുണ്ടാക്കിയിരിക്കുന്ന ചെടിച്ചട്ടി കണ്ടോ. ഈ ചെടിച്ചട്ടി വളരെ എന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷേ ഇത് അത്ര സക്സസ് അല്ല കേട്ടോ. ഇത് ഈ കസേരയിലൊക്കെ ഇടുന്ന വിരി ഉണ്ടല്ലോ, ആ വിരിയിൽ സിമെൻറ്റ് മുക്കിയെടുത്തുണ്ടാക്കി അതിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. പക്ഷേ അതത്ര സക്സസ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. കാരണം അത് വേഗം ഡാമേജ് ആകുന്നുണ്ട്. പേരറിയില്ല, അതുകൊണ്ട് പെപ്പറോമിയ. എൻ്റെ അമ്മ ഇതിൻ്റെയൊക്കെ പേര്. ഇതോ എന്നാ പറയുന്നത്? സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ഇത് ലക്കി ബാമ്പാ. ഇത് ലക്കി ബാമ്പ്. ഭയങ്കര ലക്കിയാണ് കേട്ടോ. നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു ചേമ്പൈറ്റാണ്. നല്ല രസമുണ്ടല്ലേ. അതെ അതെ അതെ. ഇത് എവർഗ്രീൻ ആണ് കേട്ടോ. എവർഗ്രീൻ ഞങ്ങൾ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതിന് ഉസാറായി വരണം. ഇതിന്റെ പേരെന്താ? കൊളിയസ്. ഇത് എന്റെ അടുത്തൊരു 10-11 കളറുണ്ട്, വെറൈറ്റി നട്ടിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു തൈയായിട്ട് നല്ല ഭംഗിയായി ഇലച്ചെടി. ഇതിന്റെ കളറ് ഭയങ്കരമാണ്, അട്രാക്റ്റീവ്. അപ്പൊ ഇത് ഒത്തിരി വെയിൽ കൊള്ളുമ്പോ ഇതിന്റെ ഈ കളറ് ഫെയ്ഡാവും. പക്ഷെ അധികം വെയിലും കൊള്ളരുത്, അങ്ങനെ ഒരു ചെടിയാണ്. ഈ സൈഡിലുണ്ട്. ഞാൻ ബാക്കിൽ കൊണ്ട് നട്ടിട്ടുണ്ട് കുറെ എണ്ണം. ഇതായി വരുന്നേ ഉള്ളൂ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൂക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഇഷ്ടം ഈ ഇലച്ചെടികളോടാണ്. ഇലച്ചെടികളാകുമ്പോൾ നല്ല ഭംഗിയിൽ അവിടെ നിന്നോളൂല്ലോ. പൂക്കൾ ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകില്ലേ, പിന്നെ വേറെ ഇലയായിട്ട് നിൽക്കും. ഇത് അഗ്ലോണിമ ഉണ്ട് ഇതില്. അഗ്ലോണിമ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ. കലാത്തിയ, അഗ്ലോണിമ. ഇത് ചൈനീസ് ബോൾസും. ഇത് ചൈനീസ് ബോൾസും. ഇതെന്ത് സാധനം? ഇത് വേറൊരു ചേമ്പ്. ഇപ്പൊ എനിക്കറിയാവുന്ന പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചേമ്പല്ല, കലേഡിയം. കലേഡിയം എന്നൊക്കെ പറഞ്ഞ എന്തിനാ നാക്കൊടുക്കുന്നേ? ചേമ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഇത് ബിഗോണിയാണ്. ഇതിന്റെ അതൊരു രസമാണ്. അത് എന്റെ അടുത്ത് അഴുകി പോയിട്ട് വീണ്ടും മുളച്ചു വരുന്നത്. ഇത് കലാത്തിയ. ഇതാ ഇതെല്ലാം കലാത്തിയുടെ ഒക്കെ ഒരു വെറൈറ്റി. ഈ പേര് പഠിച്ച സ്കൂളിൽ നിന്ന് പഠിച്ചായിരുന്നെങ്കിൽ എവിടെ എത്തിപ്പോയാലും. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ചട്ടിയുടെ ഒരു പ്രശ്നം കണ്ടോ? ഇതിന്റെ അടി കണ്ടോ പൊട്ടി പുറത്തേക്ക് വരുന്നത്? കോട്ടന്റെ ബെഡ്ഷീറ്റ് വെച്ചുണ്ടാക്കിയതുകൊണ്ടായിരിക്കാം. അത് നല്ല തുണി നനയ്ക്കുന്ന പോട്ടുകളിൽ ഇത് സക്സസ് അല്ല നനച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയിലായിട്ട് നനയ്ക്കേണ്ടാത്ത ഷോയ്ക്കൊക്കെ വെക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമല്ല. ഇതുണ്ടോ, ഇതിനൊക്കെ ക്രാക്ക് വരുന്നുണ്ടോ? ആ ക്രാക്കിൽ കൂടെയൊക്കെ വെള്ളം പുറത്തേക്ക് വരും. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ചട്ടികൾ നമുക്ക് നല്ല ഭംഗിയായിരുന്നു. അത് ലീക്കാകാതെ നിൽക്കുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതെല്ലാം മാറ്റി മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതെല്ലാം നാശമാവും. ഇതെന്താ ഇത്? ലക്കി ബാമ്പുവിന്റെ മറ്റൊരു ഗ്രീനും കൂടെ കൂടിയല്ലേ ഇത്. ലക്കി ബാമ്പു എന്നാണ് ആ പേര്.
എൻ്റെ വേറെ ഐറ്റം. നല്ല ഭംഗിയാണ്. ഇത് അടീനിയത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചാണ് കേട്ടോ. വിത്ത് പാകി മുളപ്പിച്ചേക്കുന്നതാണ് അടീനിയം, പുതിയ തൈ. ഇതിനെന്താ പറയുന്നത് റൂബേ? അത് ക്രൗൺ പ്ലാന്റ് അങ്ങനെ എന്താ പറയുന്നത്. ഇതൊരു ബുഷി പ്ലാന്റ് ആണത്. കട്ട് ചെയ്തൊക്കെ പല ഷേപ്പിലൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയാവും. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിങ് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പോട്ടിങ് മിശ്രിതം ഉണ്ടാക്കാൻ വലിയ പണിയുടെ കഷ്ണമല്ല. നമ്മൾ മണ്ണ് നല്ല വളക്കൂറുള്ള മണൽ മിക്സായിട്ടുള്ള മണ്ണ്, ഭയങ്കര പശിമയുള്ള നല്ല ഉറച്ച മണ്ണെടുക്കാതെ ഈ നല്ല മണൽ മിക്സായിട്ട് വെള്ളം നീർവാർച്ചയുള്ള സൈസ് മണ്ണെടുക്കുക. മണ്ണും അതുപോലെ കുറച്ച് ചകിരിച്ചോറ്, ചാണകം, ഇത് 3 ഈക്വലായിട്ട് എടുക്കുക. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി അത് 3 ഈക്വലായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ, അത് രണ്ടും കുറേശ്ശെ മതി കേട്ടോ. അത് രണ്ടും കൂടെ അത്ര ഈ 5 ഐറ്റം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മണ്ണിനകത്ത് ഇനി മണലിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം മണലും കൂടി ഇട്ടാൽ നല്ലതാണ്. എങ്കിൽ നീർവാർച്ച ഇല്ലെങ്കിൽ പ്രശ്നം. വെള്ളം ഈ നമ്മളിടുന്ന മണ്ണ് വേഗം ഉറച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളമൊന്നും വരികയില്ല. ഈ ചകിരിച്ചോറ് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ മണ്ണിനകത്തെ നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചകിരിച്ചോറിനകത്തേക്ക് വെള്ളം അങ്ങ് വലിയുമ്പം ഈ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ കൂടെ ഓട്ടയിൽ കൂടെ പോവില്ല. അത് ആ ചകിരിച്ചോറ് ആ വെള്ളം മുഴുവൻ കുടിച്ച് നിൽക്കും. അപ്പോൾ ആ വേരിനും കുറേ സമയത്തേക്ക് 1-2 ദിവസത്തേക്കൊക്കെ ഈസി ആയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് വെക്കുന്നത്. വേണമെന്ന് കുറച്ച് ചുണ്ണാമ്പ് പൊടിയും കൂടെ ഇടാം അല്ലേ? അത് ഓരോ മണ്ണിൻ്റെ ഘടനയനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം. അത് നോക്കണം. കുമ്മായത്തിൻ്റെ കുറവുള്ള മണ്ണാണെങ്കിൽ അത് ഇട്ടിട്ട് കാര്യം. ഇങ്ങനെ ഒരു പോട്ടിംഗ് മിശ്രിതം തന്നെ ധാരാളം അല്ലേ? ഇത് തന്നെ മതി. വേറെ കുമ്മായത്തിൻ്റെ ആവശ്യം. ഈ 5 ഐറ്റം ചേർത്ത് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും, ഇത് രണ്ടും കൂടെ ഒരേ പോർഷൻ എടുക്കുക. ഒരേ പോർഷൻ എടുത്തിട്ട് അതൊരു വലിയ ബക്കറ്റിനകത്തേക്ക് ഇട്ടിട്ട് ആ വെള്ളം ഒഴിച്ച് വെക്കുക. നിറച്ച് വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് ഉടച്ച് കലക്കി എടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ദിവസം വെക്കുക. പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും ഇത് രണ്ടും കൂടെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നന്നായി കലക്കി വെക്കുക. കലക്കി വെച്ചിട്ട് ഒരു 2-ാം ദിവസം അതിൻ്റെ തെളി എടുത്തിട്ട് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ തെളിയാണ് കേട്ടോ. അതിൻ്റെ ഊറിക്കിടക്കുന്ന മണ്ണ് അടിയിൽ ഊറിക്കിടക്കുന്നൊന്നും വേണ്ട. ആ മുകളിൽ തെളിഞ്ഞു വരുന്ന വെള്ളം മാത്രം എടുത്ത് ഈ ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെ ഇതുപോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഹാങ്ങിങ് പ്ലാന്റ്സിന് അത് ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ അല്ലേ? ഒത്തിരിയായി ചീഞ്ഞു പോകില്ലേ? കുറേശ്ശെ ആ തിക്കായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരും. ഇതെന്താ നല്ല ജമന്തി പൂവാണ്, നല്ല ഭംഗിയില്ല. ഇതുണ്ടോ റോസാണ്. ഇതാണ് നമ്മുടെ നാടൻ ഏറ്റവും ആദ്യകാലത്തെ ഉള്ള റോസാണ്. നല്ല പിങ്ക് കളറിലുള്ള അടിപൊളി റോസ്, നല്ല സ്മെല്ലാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് കുഴപ്പമെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്ത സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് നന്നായി ഉണ്ടാവുള്ളൂ. ഇത് വേറൊരു തരം ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല രസമുണ്ട്. ഇത് വെയിൽ കൊള്ളുന്ന ഭാഗത്തെ ഹാങ്ങിങ് പ്ലാന്റ് കണ്ട ഇല ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോ കുറവുണ്ടാവും. ഇത് കണ്ടോ, ഈ ഉണ്ടായി വരുന്ന ഈ ഇലയാണ്, ഇതിനാണ് വാണ്ടറിങ് ജൂ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഭിത്തിയേക്കൂടെയൊക്കെ പിടിച്ച് കയറാൻ തുടങ്ങുന്നുണ്ട്, നല്ല ഭംഗി. അതിൻ്റെ ഇതുണ്ട്, ഇത്
ഇതുപോലെ നമുക്ക് ചട്ടിയിൽ അതിനെ വളർത്താം. ചട്ടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും, ഹാങ്ങിങ് പ്ലാന്റ് പോലെ. അത് നല്ല രസമാണ് കാണാൻ. ഇത് വയലറ്റ് ജമന്തിയാണ്. ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ, പൂക്കൾ റെഡിയായി വരുന്നേ ഉള്ളൂ, എല്ലാം മൊട്ടായി നിൽക്കുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങൾ പ്രതീക്ഷയെ കാത്തിരിക്കുകയാണ്. Everybody getting high, just to go with the flow. No depression, no, better jump on the ride. ഇലയിൽ പൂണ്ടാന്ന് രാത്രി 12 മണിക്ക് നോക്കി വെക്കണം പൂ വിരിയുന്നത്. പൂ വിരിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ. വളരെ കഷ്ടപ്പെട്ടാ വന്ന് പിടിച്ചു കിട്ടിയത്. വീടിൻ്റെ പുറത്ത് ബോർഡർ വെച്ചതാണ്. കേട്ടോ, നല്ല ഭംഗിയല്ലേ, നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ ദേവദാരുവാണ് കേട്ടോ. 3 വർഷം പ്രായമായി. 3 വർഷം പ്രായമായപ്പോഴത്തേക്ക് ഈ പരുവത്തി ദേവദാരു. ഹാങ്ങിങ് പ്ലാന്റ് ഇങ്ങനെ ഇട്ട് കഴിയപ്പോൾ നല്ല ഭംഗിയല്ലേ നോക്ക്. ഇത് ഐവി പ്ലാന്റ് ആണേ. വേറൊരു തരം ഐവി പ്ലാന്റ്. പല ഐവി പ്ലാന്റ് തന്നെ പലതരമുണ്ട്, അതിലൊരു മോഡലാണ്. ഡാൻസിങ് ലേഡി ഓർക്കിഡ് പൂവായിട്ടില്ല. പുഴു കയറിയിട്ടുണ്ടോ? ഇതേലെ പുഴു കയറി അറിയില്ല. പച്ച കളർ പുഴുവായിരിക്കുന്നത്. സിങ്കോണിയം ഇന്റീരിയർ പ്ലാന്റ്. സ്റ്റെയർ കേസിൽ മുഴുവൻ 10 മണി കൊണ്ടുവച്ചിട്ടുണ്ടേ. നോക്കാം, 10 മണി ആയതുകൊണ്ട് 10 മണി ആയാലല്ലേ ഇത് തിരിയുള്ളൂ. 10 മണിക്ക് നല്ല വെയിൽ വേണം കേട്ടോ. വെയിലില്ലെങ്കിൽ ചെടി നന്നായിട്ടുണ്ടാവും, പക്ഷേ പൂക്കളുണ്ടാവില്ല. ഇതിലൊക്കെ പൂ വീഴാനാകുന്നല്ലോ കേട്ടോ. 10 മണി ആകണ്ടേ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിനിടയ്ക്ക് വേറൊരു പ്ലാന്റും വന്നല്ലോ 10 മണി അല്ലാതെ. ഇതെന്താടി? ഇതെന്താ ഇതിൻ്റെ പേര്? പെറ്റൂണിയ. പെറ്റൂണിയ അമ്മച്ചി. പെറ്റൂണിയ. ഇത് ബോൾസ, ഇത് പെറ്റൂണിയ. ഇത് ഇത് രണ്ടും വ്യത്യാസമുണ്ടോ? എനിക്ക് ഇതുപോലത്തെ നല്ല ഇലച്ചെടിയാണ് കേട്ടോ ഇഷ്ടം. എന്താ ഭംഗി നോക്ക്. ഇതെന്താ സാധനം? ഇതിൻ്റെ പേര് അറിയാവോ? എന്തോ ഒരു പന്നച്ചെടി. അതിന് പന്നച്ചെടി എന്നൊക്കെ പറയാം. ഫ്രണ്ട് കളേഴ്സ് ഓഫ് ബോഗൺവില്ല. ബോഗൺവില്ലയുടെ വിവിധ കളറുകളും ഐറ്റമൊക്കെയാണ്. ആ ഒരു ചെടിയില് 2 കളറുണ്ട്. റോസും ഉണ്ട്, അത് ബഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പൂവായി വരുന്നുള്ളൂ കേട്ടോ. ഈ തണ്ടിലൊക്കെ പൂവായി വരുന്നുള്ളൂ. ഇതെല്ലാം പൂവാണ്. ഭംഗിയുള്ളതാണ്, നല്ല ഭംഗിയുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് താഴെ ഞാൻ കാണിച്ച് ഹാങ്ങിങ് പ്ലാന്റ്. ഇത് മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നട്ടിരിക്കുന്നതാ. ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതൊന്ന് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഇതിനെ വലിയ ഇതുപോലെയുള്ള വലുതിലേക്ക് മാറ്റും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇത് കുറച്ചൊന്ന് വേര് പിടിച്ച് 1-2 ഏത്തല ഇടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ വലുതിലേക്കാക്കും. ഇത് വീണ്ടും വലുതായി കുറേ കൂടെ വലുതായി കഴിഞ്ഞാൽ വലിയ ഡ്രമ്മ് പോലത്തേക്ക് മാറ്റണം. ഒരു ഡ്രാഗൺ, ഈ ഡ്രാഗൻ്റെ പോക്ക് കാണാൻ നോക്ക്. ഉണ്ടോ? നാക്കി കൊടുത്തേ. ഉണ്ടോ? എവിടെ എത്തി നോക്കാം. എൻ്റെ വള്ളി ഒറ്റ ഇലയാണ് കേട്ടോ അത്. ആ ഒറ്റ ഇല പോയ പോക്ക് കാണണം നോക്ക്. നമ്മുടെ നാട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് വളരും കേട്ടോ. എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാം. പക്ഷെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കൂടിപ്പോകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിവിടെ ഞങ്ങളെ വൈറ്റ് സിമെൻറ്റ് അടിക്കുവാണ് ഇവിടെ. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങോട്ട് സൈഡിലേക്ക് ഒന്ന് കയറ്റി വെച്ചാണ്. ഇതെന്താ
ഇത് പേരയ്ക്കാണ് കേട്ടോ. ഇതുണ്ടോ പേര നോക്കി, പേരന്ന് നല്ല കായ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് കായ. ഇതാ കായ, ചെറിയ തൈയല്ലേ, ആ ചെറിയ തൈ തന്നെ നിറയെ കായുണ്ട്. ഇത് നാരകം. പിന്നെ ഇത് എന്താ തായ്ലൻഡ് പേരയാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലത്തെ കവറിൽ തന്നെ നട്ടാൽ മതി. ഈ കവറിൽ തന്നെ നട്ടാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ എളുപ്പമാണ്. ഈ പാഷൻ ഫ്രൂട്ട് അങ്ങോട്ട് പന്തലിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇത് പന്തൽ നിറഞ്ഞു വന്നെങ്കിൽ താഴെ നല്ല തണലും കിട്ടും. അതിന് വേണ്ടി ചെയ്തിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് അങ്ങ് സ്പ്രെഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ട ചെടികളുടെയൊക്കെ പിന്നിൽ ഞാനല്ല, എൻ്റെ ചെറിയ സഹായം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്ന റൂബിയാണ്. അപ്പോൾ റൂബിയുടെ കഷ്ടപ്പാടിൻ്റെ ബാക്കിയാണ് ഈ കാണുന്ന മുഴുവൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറേ തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചെറിയ തോതിൽ വല്ലാതെ ചെടിയാകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ കൂടുതൽ തിക്കായിട്ട് ശരിയാവുന്നതിന് എനിക്ക് താല്പര്യം. എല്ലാം കുറേശ്ശെ വേണം, അതല്ല നല്ലത്. എന്നാലും സമ്മതിച്ചു തരുന്നുണ്ട്, നട്ടോ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു തരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ബൈ.